ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കൂട്ടുകറിയാണ്. അപ്പോൾ ഈ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല 7 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകിയെടുത്താണിത്. ഒരു 200 ഗ്രാം ചേന, 2 ഏത്തക്കായ. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏത്തക്കായ തന്നെ എടുക്കുന്നതാണ് നല്ലത്. മറ്റു തരത്തിലുള്ള വാഴക്കയൊക്കെ ആകുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ചേനയും വാഴക്കയും ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞെടുത്താണ്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരല്പം വലിപ്പം കൂടുതൽ പോലെ തോന്നാം. കടലയുടെ കൂടെ ഇത് ഉടച്ച് ചേർക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ കടല കുക്കറിലാണ് വേവിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ചേനയും വാഴക്കയും ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത്. കാരണം എൻ്റെ ഈ കുക്കറിൽ കടല വേവാനായിട്ട് സമയം എടുക്കും. 5-6 വിസിലടിച്ചാലേ കടല വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാരണം ആ ഒരു സമയം കൊണ്ട് തന്നെ വാഴയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് പോകും. അതുകൊണ്ട് ഈ കടല തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. കൂട്ടുകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ടേസ്റ്റ് തരുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പം കുരുമുളക് പൊടിയൊക്കെ ഞാൻ പിന്നീട് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ചേനയിലേക്ക് ഞാൻ ഇതിന് നെകക്കെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് വേവാനായിട്ട്. ഇനി ഇതും കൂടി വേവിച്ചെടുക്കാം. കടല 6 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ചേനയും കായും വെന്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഇപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിരിക്കുകയാണ്. ഈ തേങ്ങയിലേക്ക് 1/2 സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഈ ചേനയും വാഴയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയായിരുന്നു വേവിക്കാൻ വെച്ചപ്പം. ഒരു സ്പൂണ് വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം ചേനയൊക്കെ നന്നായിട്ട് വെന്തെന്ന്. നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് ഈ കടല ചേർത്ത് കൊടുക്കാം. ഈ കടലയിൽ കൂടെ അല്പം കൂടി വെള്ളമുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അരച്ചെടുത്ത തേങ്ങയും ജീരകവും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഈ കറി തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി തിളച്ച് വരുമ്പോഴേക്കും ആ ചേനയും വാഴക്കയിലേക്കൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാൻ വെക്കാം. ഈ കറി തിളച്ച് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങ കൂടി വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ മുളകൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 മുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. 2 സ്പൂൺ കുരുമുളക് കൂടി ചേർക്കുകയാണ് ഞാൻ. ഒരുപാട് നല്ല എരിവിലൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഒരല്പം കൂടി മുളക് പൊടി ചേർക്കാം ഈ കൂടെ. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് ഇരിക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ആദ്യം 1/2 സ്പൂൺ ചേർത്താലും അത് കുറവായിരുന്നു. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കറി തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.